നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദീപാരാധനയുടെ വീഡിയോ പ്ലസ് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ശനിയാഴ്ചയാണ്, 21/9/2024 ശനിയാഴ്ചയാണ്, 30 ശനിയാഴ്ചയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ദീപാരാധനയിലേക്ക് കിടക്കാം. ഇന്നും 2 കദളിക്കൊലകളുണ്ടായിരുന്നു. നല്ല വലിയ കദളിക്കൊലകളായിരുന്നു, നല്ല ഭാരമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാമേന്ദ്രൻ്റെ പിടിയെന്നാണ് എല്ലാ ദിവസവും മേടിക്കണം. ഞാനത് മേടിച്ചിട്ട് ഇങ്ങനെ ഭഗവതി കുട്ടിയൂടെ നടന്നു വരുമായിരുന്നു. അപ്പോഴാണ് ഞാൻ വിചാരിക്കാം, ഭഗവാനെ ഇത് പിടിച്ചിട്ട് ഇന്ന് രാവിലത്തെ പോലെയാണെങ്കിൽ ഞാൻ എത്ര നേരം അവിടെ വരി നിൽക്കേണ്ടി വരും. അത് അത്രയും നല്ല ഭാരമുള്ള കൊലകളായിരുന്നു കേട്ടോ. ഞാൻ നേരെ ഭഗവതിക്കെട്ട് വഴി ഇറങ്ങി നോക്കണ സമയത്ത് നിറയെ ആളുകൾ, ഈ ഭാഗത്തെ ആളുകൾ, വലത്തെ ഭാഗത്തെ ആളുകൾ, ഇടത്തെ ഭാഗത്തെ ആളുകൾ, എല്ലായിടത്തും ആളുകൾ. അവിടെ നിന്ന് അങ്ങോട്ട് ആ കൊടിമരത്തിൻ്റെ ചോട്ടിലേക്കാണ് നടന്നെത്തില്ല, ആളുകളെ തട്ടിയിട്ടേ. കാരണം അത്രയും ആളുകൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുക, നല്ല തിരക്കുണ്ട് കേട്ടോ ക്ഷേത്രത്തിനകത്ത്. അങ്ങനെ ഞാൻ നേരെ ഓടി പ്രാദേശികത്തിൽ പോയി. ഞാൻ നോക്കണ സമയത്ത് ഇങ്ങനെ ഫ്ലൈ ഓവറിലൂടെ ആളുകൾ ഇങ്ങനെ കയറണേ ഉള്ളൂ. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ പ്രാദേശികത്തിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ അവിടെ നിന്ന് ആരെയും കാണാനുമില്ല. അപ്പം ഞാൻ വിളിച്ചു പ്രാദേശികത്തിൽ നിന്ന് ആരും ഇല്ല എന്നുണ്ട്. ഓടിപ്പോയി നോക്കുമ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. വേഗം വന്നു ഫ്ലൈ ഓവറിൻ്റെ ആ ആളുകളൊക്കെ ഇറങ്ങി വന്നിട്ട് ആ ലാൻഡിങ്ങിൻ്റെ അവിടെ നിന്നാണ് പിന്നെ ക്യൂ തുടങ്ങിയത്. അറിയാലോ, ഇവിടെ തൊഴേണ്ട ഒരു സിസ്റ്റം എന്ന് പറയുമ്പോൾ ജനറൽ ക്യൂ വരുമ്പോൾ ചില സമയത്ത് അത് 2 3 നിൽക്കാറുണ്ട്. ഇടത് നടുക്കിൽ ആ കമ്പി വെച്ചതിൻ്റെ അവിടെ ഏറ്റവും ആദ്യം മൂവ് ചെയ്യണത് ആ കമ്പി വെച്ചതിൻ്റെ അവിടെയാണ്. നടുക്കിൽ നിൽക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തൊഴാൻ പറ്റും. ഈ സൈഡിൽ നിൽക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പതുക്കേ പറ്റുള്ളൂ. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്താൽ ഞാൻ നിന്ന് അടുക്കലാണെന്ത്. അതുകൊണ്ട് ഇങ്ങനെ എന്താ പറയുക, വളരെ പോണതറിയില്ല, അത്രയും സ്പീഡിലാണ് എത്തിയത്. അവിടെ എത്തിയപ്പോൾ ഞാൻ പിന്നെ മാറി നിന്നു. കാരണം കൊലയുള്ളതല്ല, കാരണം അത് അത്രയും ആരെങ്കിലും അതിൻ്റെ മേലെ കയറി അമർന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ആ സ്റ്റാഫ് ലൈനിൻ്റെ പറഞ്ഞ ആ വഴി കൂടിയാണ് ഞാൻ കയറിയത്. എന്താ പറയുക, നേരെ കയറിയപ്പോൾ ഇന്ന് നിറമാലകളുണ്ടായിരുന്നു. തുളസി കൊണ്ടും താമര കൊണ്ടും ഒക്കെ താമരയുടെ ഇതളുകൾ കൊണ്ടും അലങ്കരിച്ച നിറമാലകളായിരുന്നു മേലെ ഉണ്ടായിരുന്നത്. ആ മേൽപ്പത്തൂർ നാരായണീയം എഴുതിയ അവിടെ ഒന്ന് തൊട്ട് നിറയൽ വെച്ചു. ഞാൻ നടന്നു. ഞാൻ വലത് ഭാഗം ചേർന്നാട്ടാണ് നടക്കണത്. കാരണം ഇടത് ഭാഗത്തൂടെ നടന്നാൽ പെട്ടെന്ന് ഇറങ്ങണ്ടേ. കാരണം വെച്ചാൽ എനിക്ക് അവിടുത്തെ ഓരോ അലങ്കാരങ്ങൾ കണ്ടിട്ട് അവിടുത്തെ ഓരോരോ കാര്യങ്ങളും മനസ്സിലാക്കണ്ട. ആദ്യം ഞാൻ താഴെ നോക്കും, പിന്നെ ആ നടുഭാഗം നോക്കും, പിന്നെ മേലെ നോക്കും. അങ്ങനെയാണ് ഞാൻ കാര്യങ്ങൾ ഓർമ്മയുണ്ടാവില്ലല്ലോ, ചിലപ്പോൾ പെട്ടെന്ന് മറന്നു പോകണതല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ എല്ലാം നോക്കി അനലൈസ് ചെയ്തിട്ടാണ് ഞാൻ പറയാറ്. അങ്ങനെ നടന്നു പോണ സമയത്ത് ഏകദേശം പകുതി എത്തിയപ്പോൾ ആരോ പറഞ്ഞു കാളിമർദ്ദനാണ് അലങ്കാരം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനാണല്ലോ ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ നമുക്ക് വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്, 5 ഗ്രൂപ്പുണ്ട്. അപ്പോൾ ഇതിൽ ഞാനാണ് ഇന്ന് അലങ്കാരം ഷെയർ ചെയ്തത്. അപ്പോൾ എനിക്കറിയായിരുന്നു ഇന്ന് എന്താ അലങ്കാരം എന്ന്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അലങ്കാരം ഞാൻ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ വെച്ചിട്ട് അവരുടെ അടുത്താണ് ഞാൻ വിവരിച്ചത്. അതാ ഭഗവാനുണ്ട്, കുവലയപീഠമാണ്, കുവലയപീഠത്തിൻ്റെ കൊമ്പുകൾ വലിച്ചൂരി നിൽക്കണ ഭഗവാനെയാണ് ഇന്ന് അവിടെ ഉള്ളത്. കാളിയമർദ്ദനല്ല എന്ന് പറഞ്ഞു. കാളിയമർദ്ദനം എൻ്റെ ഒരു വീക്ക്നെസ് ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അത് കേട്ടതുകൊണ്ട് ഞാൻ വേഗം ഓടിപ്പോയിട്ട് ഞാൻ പറഞ്ഞത് അതല്ല, ഇന്നതാന്ന് പറഞ്ഞത്. ആ നടക്കണ സമയത്ത് അവർക്ക് വിവരിക്കാനുള്ള സമയം കിട്ടി. അത് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. കാരണം ഭഗവാന്റെ നേരെ മുന്നിൽ നിന്നിട്ട് അത് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയത് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. ഇന്ന് ഞാൻ ശരിക്കും പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വിഷമത്തിലായിരുന്നു കേട്ടോ ഞാൻ ക്ഷേത്രത്തിൽ കയറിയത്. കാരണം നമുക്ക് വരണ ഒരുപാട് നെഗറ്റീവ് കമൻസ്. പക്ഷേ ഇന്ന് സൈതോപ്പു വളരെ നല്ല രീതിയിലാണ് അതിനെ ഒരു മറുപടി കൊടുത്തത്. പിന്നെ വേറെ ആരൊക്കെയോ വീഡിയോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ 1-2 ജീവനക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞു, അവരെന്താ അങ്ങനെ ചെയ്തത്, നിങ്ങൾ ലൈവ് നിർത്തിയപ്പോഴാണോ ഈ ലൈവിനെ കുറിച്ചിട്ട് ഇത്രയധികം കംപ്ലയിൻറ്റ് വരുന്നത്, അപ്പോൾ ഇത് തുടങ്ങണ സമയത്ത് ഇവരൊക്കെ എവിടെയായിരുന്നു, അങ്ങനെ കുറേ ചോദ്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അതിനൊന്നും പ്രതികരിക്കുന്നില്ല. എനിക്ക് ഗുരുവായൂരപ്പനാണ് വലുത്. ഗുരുവായൂരപ്പൻ്റെ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ചുമതലയായിട്ട് ഗുരുവായൂരപ്പനെ ഏൽപ്പിച്ചു എന്ന് വിചാരിക്കുന്ന ഒരു കാര്യമാണ്. ഞാനത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, 2013 തൊട്ടിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ ഗുരുവായൂരപ്പനെ എന്നെ അറിയാം എന്ന് വിശ്വസിക്കണു ഞാൻ. അതുകൊണ്ടാണ് എനിക്കിപ്പോഴും ഇതുപോലെ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് എല്ലാ വിവരങ്ങളും അറിയിക്കാനുള്ള ഒരു കാര്യം ഭഗവാൻ തന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാം ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം, ഗുരുവായൂരപ്പ ശരണം. അപ്പോൾ ഞാൻ അവിടെ വന്നിട്ട് ആ മണ്ഡപത്തിൻ്റെ അവിടെ നിന്ന് ഞാൻ ഇവിടുന്ന് നോക്കി വരണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ അലങ്കാരം ഭഗവാൻ ആ കുവലയപീഠത്തിൻ്റെ കൊമ്പുകൾ വലിച്ചൂരിയിട്ട്
ഇങ്ങനെ ചാടാൻ വേണ്ടി നിൽക്കണ ഒരു രീതിയായിരുന്നു. അതായത് ഒരു കൊമ്പ് വലത്തെ കൈയിൻ്റെ അവിടെ ഈ മാറത്തോട് ചേർത്തിട്ട് ഒരു കൊമ്പ് പിടിച്ചിട്ടുണ്ട്, മറ്റേ കൊമ്പ് ഇങ്ങനെയും പിടിച്ചിട്ടുണ്ട്. പിന്നെ അതിൽ ചവിട്ടിയിട്ട് കയറാനുള്ള ഇങ്ങനെ ഒരു ചാടാനുള്ള ഒരു രീതിയിലായിരുന്നു ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നത്. കാലിൽ തളകളുണ്ട്. പിന്നെ ഒരു ചോപ്പിൽ കസവും ചോപ്പും കൂടിയിട്ടുള്ള ഒരു മുണ്ടായിരുന്നു ഭഗവാൻ ചുറ്റിയുണ്ടായിരുന്നത്. പിന്നെ ഇവിടെയൊക്കെ കൈത്തളകൾ ഉണ്ടായിരുന്നു. പിന്നെ 3 മാല ഉണ്ടായിരുന്നു, തിലകം ഉണ്ടായിരുന്നു. ആകെ കൂടി എന്താ പറയുക, ആരെയോ ബുദ്ധിമുട്ടിച്ച് അവരുടെ 2 കൊമ്പുകളും കൂടിയും വലിച്ചൂരി എന്നുള്ള രീതിയിലാണ് എനിക്ക് ആ സമയത്ത് തോന്നിയത്. ആരൊക്കെയോ ഭഗവാൻ അങ്ങനെ എല്ലാവരുടെയും കൊമ്പ് വലിച്ചൂരി അവിടെ വെച്ചിരിക്കുക, അവരുടെ മേലെ ചാടി കയറാൻ നോക്കുക എന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ നെഗറ്റീവ് കമൻസിൻ്റെ ഒരു ഭയങ്കര അത് നമ്മളെ മനസ്സിലുണ്ടാവുമല്ലോ. നമ്മളെ എത്ര നന്നായിട്ട് പ്രസൻറ്റ് ചെയ്താലും അതിൻ്റെ പുറകിൽ അവർ ഇങ്ങനെയാണെന്നൊക്കെ കുറേ ഉണ്ടാവും. അപ്പോൾ ആകെ വിഷമിച്ചിട്ടാണ് ഞാൻ നടക്കുന്നത്. നേരെ ഗണപതിയുടെ അവിടേക്ക് മറ്റത് ഇവിടെ തൊഴുത് വേഗം ആ ഭഗവാന്റെ നമ്മൾ നോക്കണ സമയത്ത് ഇടത് ഭാഗത്തും കൂടിയും തൊഴുതിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകാറ്. പക്ഷേ എന്തോ ഒരു ഷാറ് കുറവ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു തൊഴുതിട്ട് ഞാൻ അങ്ങോട്ട് നടക്കണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഗണപതിയുടെ അവിടെ പോയിട്ടുണ്ടായിരുന്നു, വിഘ്നേശ്വരനെ പ്രാർത്ഥിച്ചു. വിഘ്നേശ്വരൻ തലയിലൊരു കിരീടം, മുഖം മുഴുവൻ അലങ്കരിച്ചിട്ടായിരുന്നു മുഖം മുഴുവൻ അലങ്കരിച്ച രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. പുറകിൽ സരസ്വതി ദേവീനെ പ്രാർത്ഥിച്ചു. പിന്നെ നമ്മളെ കുഞ്ഞികൃഷ്ണൻ, അതായത് ഗണപതിയുടെ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇടത്തെ സൈഡിലുള്ള കുഞ്ഞികൃഷ്ണൻ, ആ കുഞ്ഞികൃഷ്ണൻ്റെ അടുത്ത് എൻ്റെ കുറേ വിഷമങ്ങൾ പറഞ്ഞു. ഇങ്ങനെയാണ് ഭഗവാനെ, ഞാൻ ഇത് നല്ലൊരു രീതിയിലാണ് ഞാൻ എല്ലാ ഭക്തജനങ്ങൾക്കും എത്തിക്കാനുള്ള ഒരു രീതിയിലാണ് ഞാനിത് ചെയ്യണത്, പക്ഷേ എനിക്ക് ഇങ്ങനെയാണല്ലോ എല്ലാവരും പറയണേന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞു. ഞാനൊന്നിനും പ്രതികരിക്കാനില്ല, ഭഗവാൻ തന്നെ എല്ലാം നോക്കണം എന്ന് പറഞ്ഞു. അവിടെ വിഘ്നേശ്വരൻ്റെ അവിടെ പോയി ഞാൻ 12 ഇന്നലെ അമ്മ പറഞ്ഞിരുന്നല്ലോ, അതുപോലെ ചെയ്തു. 12 എത്തിട്ടു. നേരെ മേൽശാന്തിയെ കണ്ടു, മേൽശാന്തിയുടെ അടുത്തുനിന്ന് ആ നമസ്കാരം മേടിച്ചു. എന്നിട്ട് ഞാൻ അങ്ങടെ നമസ്കരിച്ചു, ഭഗവാന്റെ അടുത്ത് ഭഗവാന്റെ പുറകിൽ നമസ്കരിച്ച് അനന്തശയനത്തിൻ്റെ അവിടേക്ക് നമസ്കരിക്കാൻ ചെന്നപ്പോൾ ശേഖരേട്ടൻ അവിടെ ഇരിക്കണു. അപ്പോൾ ഞാൻ അങ്ങനെ ആകെ മനസ്സ് വളരെ വളരെ വിഷമിച്ചിട്ടാണ് ഇരിക്കണത്. ഒരു 1/2 മണിക്കൂർ എൻ്റെ മോട്ടിവേഷനായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വീഡിയോ നിർത്തലാക്കി തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ നാളെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. കാരണം ഇന്നത് പറഞ്ഞാൽ വളരെ വലിയൊരു വീഡിയോ ആയി പോകും. ഞാൻ കുറേ പോർഷൻസ് ആയിട്ട് പറയാം. കുറേ നല്ല അറിവുകൾ എനിക്ക് കിട്ടിയിട്ടോ ഇന്ന്. അതുപോലെ തന്നെ നമ്മുടെ ശ്യാമേട്ടൻ ഉണ്ടായിരുന്നു. ഒരു 1/2 മണിക്കൂർ നീണ്ട അന്ന് നമ്മൾ ഒരു ദിവസം നമ്മുടെ ലൈവിൽ ഞാൻ ശ്യാമേട്ടനെ കാണിച്ചിരുന്നു. ഒരു ദിവസം മാല എനിക്ക് എന്താണെന്ന് മനസ്സിലാവാണ്ട്, ഭഗവാന്റെ കയ്യിൽ എന്താണെന്ന് മനസ്സിലാവാണ്ട് ഞാൻ ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലൈവിൽ ഒരു ദിവസം ഞാൻ കാണിച്ചിരുന്നു ശ്യാമേട്ടനും ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും കൂടിയിട്ട് നാലമ്പലത്തിനകത്ത് ആനന്ദശയനത്തിൻ്റെ അപ്പുറത്ത് ഇങ്ങനെ ഇരുന്നിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്യുക, ഇങ്ങനെയാണെന്ന് വേണ്ട. അപ്പോൾ എന്താ പറയുക, ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ ഒരു വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളെവിടെ തളരുണ്ടോ അവിടെ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവും, ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ. ചിലപ്പോൾ അത് ഭഗവാന്റെ രൂപത്തിലായിട്ടല്ല വരിക. ഇപ്പോൾ നമുക്ക് ഇന്ന് തിരുവങ്കടം വാര്യത്തെ ശേഖരേട്ടൻ്റെ രൂപത്തിലായിരുന്നു എനിക്ക് വന്നത്. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഒരു വലിയൊരു സന്തോഷമുള്ള രീതിയിലല്ല ഞാനിന്ന് കയറിയിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെയോ ഭയങ്കര മാനസികമായിട്ടുള്ള വിഷമങ്ങൾ. കാരണം നമ്മൾ നല്ലൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിനൊരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം വരുന്നു. ഞാനിത് നിർത്തണോ? ഞാൻ സൗദോപ്പോനോട് ചോദിച്ചു, സൗദോപ്പ് നമുക്കിത് നിർത്തണോ? കാരണം അത് വളരെ മോശപ്പെട്ട കമൻറ്റുകൾ പല ചാനലുകളിലും ഇതുപോലത്തെ ഗുരുവായൂർ ലൈവ് കാണണോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ എന്താ പറയുക, ഭയങ്കര ഒരു വിഷമമാവണു. എന്താണ് ഇങ്ങനെ? അപ്പം അങ്ങനെയൊക്കെ എല്ലാം കേട്ടിട്ടായിരുന്നു ഞാൻ പോയത്. പക്ഷേ ശേഖരേട്ടൻ്റെ മോട്ടിവേഷൻ എന്താ പറയുക, വേറെ ലെവലായി. ഞാൻ ഇത് ഒരിക്കലും നിർത്തില്ല എന്ന് വിചാരിച്ചു. ഗുരുവായൂരപ്പൻ എന്ന് നിർത്താൻ പറഞ്ഞു, എന്നാൽ ഞാൻ നിർത്തുള്ളൂ എന്ന് ഞാനൊരു തീരുമാനം എടുത്തു. അവിടുന്ന് തൊഴുതിറങ്ങണ നേരത്ത് നേരെ പോയി ഭഗവാന്റെ അവിടെ ഒന്നും കൂടി നമസ്കരിച്ചു. അനന്തശയനത്തിൽ നമസ്കരിച്ചിട്ട് ഭഗവാന്റെ അവിടെ പോയി നമസ്കരിച്ചു. എന്നിട്ട് നേരെ താമരക്കണ്ണനെ കണ്ടു തൊഴുതു. വീണ്ടും ഇവിടെ വന്നിട്ട് നമസ്കരിച്ചു. നേരെ ഭഗവതിഘട്ടിലേക്ക് ഇറങ്ങി. ഭഗവതിഘട്ടിൽ വാതിൽ മാടത്തിൽ ഞാൻ നമ്മുടെ ശിവനെ തൊഴുതു. അവിടെ മൂകാംബിക ദേവി ഉണ്ട്,
വനദുർഗയുണ്ട്. അതൊക്കെ ഫോട്ടോസാട്ടോ അവിടെ ഉള്ളത്. ഞാൻ അവിടെയൊക്കെ തൊഴാറുണ്ട്, പക്ഷേ അത് പല സമയത്തും അത് മറന്നു പോവാണ്. അവിടെ കൃഷ്ണനുണ്ട്, അവരെല്ലാവരും പ്രാർത്ഥിച്ചു. ഞാൻ ഭഗവതീനെ നമസ്കരിച്ചു, എന്നിട്ടാണ് ഞാൻ ഭഗവതീനെ തൊഴുന്നത്. ഭഗവതി ഇന്ന് അതീവ സുന്ദരിയായിട്ടുണ്ടായിരുന്നേ. മുഖത്ത് മാത്രമേ ചാർത്തി ഉണ്ടായിരുന്നുള്ളൂ. ഒരു പട്ട് ചുറ്റിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. നല്ല സുന്ദരിയായിട്ടായിരുന്നു ഇന്ന് ഭഗവതി ഇരിക്കുന്നുണ്ടായിരുന്നത്. അതിനുശേഷം നേരെ വന്നു, മമ്മിയൂരപ്പനെ തൊഴുതു, അവിടെ വലം വെച്ചു, ഇവിടെ എത്തി, കൊടിമരച്ചോട്ടിലെത്തി. കൊടിമരച്ചോട്ടിൽ നമസ്കരിച്ചു, രണ്ടിടത്തും നമസ്കരിച്ചു. നേരെ അയ്യപ്പനെ കാണാൻ പോയി. അയ്യപ്പൻ ഇന്ന് ഒരു നീല കളറിലുള്ള ഒരു സാധനം, ഒരു തുണി ഈ വയറിനെ അവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ ഒരു അരപ്പട്ട പോലെ ഉണ്ട്. കസവും മുണ്ടാണ് ചുറ്റിയിട്ടുണ്ടായിരുന്നത്. മുഖത്ത് മാത്രമേ അലങ്കാരം ഉണ്ടായിരുന്നുള്ളൂ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇന്ന് അയ്യപ്പനെ കാണാൻ. ഒരു പവർഫുൾ അയ്യപ്പൻ എന്നൊക്കെ പറഞ്ഞ പോലെ. ഞാൻ അയ്യപ്പനെ പ്രദക്ഷിണം വയ്ക്കാറില്ല, പക്ഷെ ഞാൻ ഇന്ന് അയ്യപ്പനെ പ്രദക്ഷിണവും വെച്ചു. എന്നിട്ട് നേരെ വന്നിട്ട് പടിഞ്ഞാറൻ നടയിൽ നമസ്കരിച്ചു. ഞാൻ നമസ്കരിച്ച് എണീറ്റ ശേഷം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ, അപ്പോൾ അവർ വന്നിട്ട് പരിചയപ്പെട്ടു. വിഷ്ണു അല്ലേ എന്നൊക്കെ ചോദിച്ചു. അവർ 100 പ്രദക്ഷിണം വയ്ക്കാൻ, 101 പ്രദക്ഷിണം വയ്ക്കാൻ വേണ്ടി വന്നിരിക്കുക. അപ്പോൾ അവർ 50 ആയി എന്നോ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. അത് കഴിഞ്ഞിട്ട് നേരെ വീണ്ടും വന്നു. ഭഗവാന്റെ രണ്ടിടത്തും നമസ്കരിച്ചിട്ടാണ് ഞാനിങ്ങോട്ട് ഇറങ്ങണത്. അപ്പോൾ ഞാനിന്ന് ഇറങ്ങിയപ്പോൾ കിഴക്കേ നട കൂടിയിട്ടാണ് വന്നത്. ഞാൻ വണ്ടി ഇവിടെ വെച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് തൊഴാൻ പോയത്. അപ്പോൾ അവിടെ കാണുമ്പോൾ എന്താ പറയുക, ഭയങ്കര വിഷമമാണ്. കാരണം നമ്മുടെ സ്ഥലമല്ലേ, ദീപാരാധനയ്ക്ക് സ്ഥിരം ഉണ്ടാവുന്ന ആളുകളെ ഞാൻ പരിചയപ്പെടുത്താറില്ല. അവരൊക്കെ പറഞ്ഞു വീഡിയോ കാണുന്നുണ്ട്, വളരെ മനോഹരമുണ്ട്. പോസിറ്റീവായിട്ട് ഒരുപാട് പേര് പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ആ എല്ലാ പോസിറ്റീവിനെയും ആ ഒറ്റൊരു നെഗറ്റീവ് കമൻറ്റ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് വീഡിയോ എന്ന് പറയുമ്പോൾ അത് വളരെയധികം വിഷമം ഉണ്ടാക്കുന്നു. പക്ഷേ നമ്മുടെ ഇവിടുത്തെ ദേവസ്വത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞ പോലെ ഈ ലൈവൊക്കെ ഇവർ ഇപ്പോഴല്ല ഇത് പറയണ്ടായിരുന്നു, തുടങ്ങിയ സമയത്ത് തന്നെ പറയണ്ടായിരുന്നു എന്നാണ് പറയണത്. അപ്പോൾ എന്തോ നല്ലത് ജയിക്കട്ടെ, എനിക്ക് അത്രേ പറയാനുള്ളൂ. എനിക്കധികം അറിവോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരാളാണ്. എനിക്ക് ഗുരുവായൂരപ്പനെ കുറിച്ച് മാത്രമേ പറയാറുള്ളൂ. വേറെ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് പറയാൻ പറഞ്ഞാൽ എനിക്കറിയില്ല. എനിക്ക് അതിനെക്കുറിച്ച് ഒരു അറിവില്ല. എനിക്ക് ഭഗവാന്റെ കാര്യങ്ങൾ മാത്രം പറയാനേ അറിയുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് ദീപാരാധന കാണാം. ഞാൻ ദീപാരാധനയുടെ ഒരു പഴയ വീഡിയോ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് ഒന്ന് പ്രാർത്ഥിച്ചോളൂ ഭഗവാന്റെ അടുത്ത്. ഗുരുവായൂരപ്പ ശരണം. എല്ലാവരും ഒരു കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ സാധാരണ നാമം ചൊല്ലാറുള്ള പോലെ നാരായണ നാമം ചൊല്ലിക്കോളൂ. നാരായണ 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 ആയിട്ട് ഒരു നിമിഷം ഒന്ന് കമൻറ്റ് ചെയ്യുക. ഗുരുവായൂരപ്പ ശരണം. ഇന്നലെ ഞാൻ മറന്നു, നമ്മുടെ ഭണ്ഡാരകൃഷ്ണനെ കാണിക്കാൻ മറന്നു, വിഘ്നേശ്വരനെ കാണിക്കാൻ മറന്നു, എടത്തരികത്ത് കാവലമ്മയെ കാണിക്കാൻ മറന്നു, അയ്യപ്പസ്വാമിയെ കാണിക്കാൻ മറന്നു. എല്ലാവരും ക്ഷമിക്കൂ. അപ്പോൾ ഇന്നത്തെ ദീപാരാധനയുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ അടുത്ത് എന്തെങ്കിലും തെറ്റോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് അത്രയും ഒന്നും അറിവില്ലാത്ത ഒരാളാണ്. എനിക്ക് ഭഗവാന്റെ കാര്യങ്ങൾ മാത്രമേ പറയാൻ അറിയുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.